സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ബാലു, ഞാൻ വല്ല ഫ്രിഡ്ജോ ബീറോ മറ്റോ സാധനം എന്ന് പറയാൻ. വേഗം വാ മോളെ. അജയ് പപ്പാ എവിടെയാ പട്ടി കടിച്ചത്? അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലേ? എടാ പെട്ടെന്ന് അങ്ങനെ കാണുന്ന സ്ഥലത്തല്ലടാ കടിച്ചത്. ബാലുവേ ഇനിയിപ്പൊ എല്ലാരും അറിയിട്ട് രാംകുമാറായി. അവരൊക്കെ മാറിയ മോളല്ലേ അവരൊക്കെ ശുശ്രൂഷിക്കേണ്ടത്. വേറെ ഒന്നുമില്ല. രാംകുമാർ നല്ല ഓട്ടമായിരുന്നു. കുറേ ഒരു ഓടി ബാക്ക് വന്ന് ഒരു പട്ടി വന്ന് കടിച്ചിട്ട് പോകാൻ. ആൾക്കാര് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. കണ്ടുന്ന ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ രാംകുമാറിനെ പട്ടി ഓട്ടിച്ച് രാംകുമാർ ഒരു മതിൽ ചാടി പഞ്ചായത്ത് മൈതാനത്ത് വഴി ഓടി. ഒരു 4-5 പട്ടികൾ ഉണ്ടായിരുന്നെന്ന്. രാംകുമാർ നല്ല ഓട്ടം. ഒളിമ്പിക്സിലെ ആൾക്കാർ ഓടുമ്പോഴാണ് ഓടിയെന്നാണ് ആൾക്കാർ പറയണത്. പക്ഷേ ഈ 4 പട്ടികളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ബെൻ ജോൺസൺ ആയിരുന്നു. അവൻ ചാടി കയറി ബാലുവിന്റെ അല്ല രാംകുമാറിന്റെ ബാക്ക് കടിച്ച്. ആ സമയത്ത് അങ്ങനെ രാംകുമാർ തിരിഞ്ഞു നോക്കിയെങ്കിലും പട്ടി കടിക്കാൻ വരുമ്പോ ഓടരുന്ന് അറിഞ്ഞൂടെ പപ്പ? ഞാൻ ഓടാനല്ലേ പോയത്. അപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പട്ടിയോട് നിൽക്കണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റും പട്ടിയെ സൈഡിൽ നിൽക്കുന്നു. ഞാൻ ഓടി, പട്ടി ബാക്കിൽ ഓടി. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? ഇഞ്ചക്ഷൻ എടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ വയറ്റിൽ കുത്തി. ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂല. സൂചി ഊന്ന സ്ഥലമില്ല. ഞക്കറ് മുക്കറാന്ന് കടിച്ചളഞ്ഞ് ഫ്രില്ല് വെക്കുമ്പോൾ സിബിടാൻ പോലും പറ്റൂല. ശരി, ബാത്റൂമിലേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം. അതെ, ഒരു 2 ആഴ്ച ഞാൻ ഓഫീസിൽ പോവില്ല. ഇല്ല, 1 മാസത്തേക്ക് ഓഫീസിൽ പോകാൻ പറ്റൂല. 1/2 കിലോ മാംസമാണ് കടിച്ചെടുത്തോണ്ട് പോയതാ പട്ടി. അപ്പൊ ഈ ഓടിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞുള്ളതല്ലേ? അങ്ങനെ ഓരോ കിലോ വീതം കടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് 10 കിലോ പറയൂലേ? അങ്ങനെയാണെങ്കിൽ അച്ഛന് ഓടാൻ പോക്കൂ. ബാലോച്ചൊരു ഹെൽപ്പ് ചെയ്യോ? ഇവരെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോകും. ബാലു അതൊന്ന് പറഞ്ഞു കൊടുക്കുക. കിടക്കുമ്പോഴേ കമഴ്ത്തിയെ കിടത്താവൂ. ഇങ്ങനെ മറന്ന് കിടക്കരുത്. ഇടക്കൊന്ന് മറിച്ചിടാൻ പറ്റൂലേ? അതൊന്ന് ഞാൻ ദോശ തിരിച്ച് മറിച്ചോടെ. മറിച്ചിട്ടിട്ട് കുറച്ച് ചമ്മന്തി പൊടി കൂടെ പുറത്തിട്ടു. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ ഹൈമ, ഇത്രയും നാള് രാംകുമാർ നിങ്ങളെ സഹിച്ചില്ലേ? ഇനി കുറച്ച് ദിവസം നിങ്ങൾ രാംകുമാർ സഹിക്ക്. എങ്ങനെ? അതെ അതെ, ദൈവം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടാ. എന്റെ മൂട്ടിൽ കടിച്ചു കഴിഞ്ഞാ അല്ല, രാംകുമാർ ഓടാൻ വിളിച്ചപ്പോ ഞാൻ കൂടെ വന്നിരുന്നെങ്കിലേ ഞാനാണെങ്കിൽ തിരിഞ്ഞിരിഞ്ഞേ ഓടുള്ളൂ. എവിടെ കടിക്കുന്നു ഒരു പിടിയില്ല. പക്ഷെ ഒരു കാര്യം, ആ പട്ടികൾക്ക് അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിന് പിന്നെ ഫുഡ് വേണ്ട. എനിക്ക് രഥോട്ടം പോലെ ഓർമ്മ വരണം. പിടിക്കണേ. എന്ത് ബാലു, മെല്ലെ മെല്ലെ നോക്കി മെല്ലെ പറ്റൂ. റെസ്റ്റ് എടുക്കി, ടെൻഷൻ അടിക്കണ്ട. ഓഫീസുകാർക്ക് ഞാൻ പ്രചോദനം വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. അതെനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഒരു ഊന്നുവടി ഉണ്ടെങ്കിൽ അകത്തോടെ കൊടുക്കരുത്. ബാലു, ഫുഡൊക്കെ എന്ത് കൊടുക്കണം? ഫുഡ് ഇപ്പൊ തൽക്കാലം പറയും പോലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് എപ്പോഴും ബാത്റൂമിൽ പോയിട്ട് വരുമെന്നേ. അത് കൊടുക്കണ്ട. ജ്യൂസ് മാത്രം കൊടുത്താൽ മതി. വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ശരി. അവിടെ തന്നെ കണ്ട കേട്ടോ, അവിടെ തന്നെ ഇരുന്നോ, ഫോൺ നോക്കി. കഴിച്ച പാടി ഇനി പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ വല്ല പട്ടികളെല്ലാം കടിക്കാൻ വേണ്ടി പോകുന്നത്. ഓ അമ്മ, ഞാൻ പോയിട്ട് വരാം. ബാഗൊക്കെ തൂക്കി അവിടെ പോടും. ജാഗ്വാറങ്ങളെ കാണാൻ പോവാ. ആ പാവ അവിടെ എങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒരാൾക്ക് അസുഖം വന്ന് നടക്കുമ്പോ കാണാൻ പോകുന്നത് അവർക്ക് സന്തോഷല്ലേ? ആ, അങ്ങനെ പറ എന്റെ നല്ല മകള്. മോള് പോയിട്ടോ കേട്ടോ. ആ, പോയിട്ട് അങ്കിളെ കണ്ടിട്ട് വാ. സൂക്ഷിച്ചു വേണോ കേട്ടാ. അയ്യോ, നോക്ക്, രാംകുമാറിനെ പട്ടിയടിക്കുന്ന സീന്. സോഷ്യൽ മീഡിയയിൽ പോയോ? ആ, രാംകുമാർ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി കണ്ടം വഴി ഓടുന്നത്. പറയാ പട്ടി ഓടുന്നത്. ഇത് ആരെടുത്തത്? ക്യാപ്ഷൻ നോക്ക് മക്കളെ വായിക്കടാ, കണ്ണു കണ്ടൂടാ. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടം, ജീവന് വേണ്ടിയുള്ള പോരാട്ടം. കമന്റ് ഓപ്പൺ ചെയ്യും. ഓ, ഇജാതി ഓട്ടം തന്നെ ഓട്ടം. ആ, ഇനിയിപ്പോ ഉസൈൻ ബോൾട്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ. അമ്മാതിരി ഓട്ടമാണ്. എന്ത് പറയുന്നത്, ഇത് ആരാണ് ചെയ്തതല്ലേ? എന്തായാലും അങ്കിളിപ്പോ വൈറലായല്ലേ. കേട്ടാ. എന്റെ രാഘുമാർ ഈ ബാക്കും കൊണ്ട് ഇവിടെ വരെ വരേണ്ട വല്ല കാര്യമുണ്ടാ? വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ലെന്ന്. കുറച്ച് ദിവസത്തേക്ക് നല്ല പെയിൻ ഉണ്ടാവും. അല്ലെ, ദേഹത്തിന്റെ പെയിനൊക്കെ സഹിക്കാന്ന്. ഈ മനസ്സിന്റെ പെയിനാണ് സഹിക്കാൻ പറ്റാത്തത്. രാഘുമാറ ഇരിക്കാൻ പറയാത്തോണ്ട് വിഷമം തോന്നരുതേ. രാഘുമാർ ഇരിക്കാൻ പറ്റാത്തോണ്ടാണ്. പറ്റൂല രാവിലെ. അപ്പൊ എന്താണ് മനസ്സിന്റെ പ്രശ്നം? എന്താണ് അതെ, ഞാൻ എന്നെ പട്ടിയിട്ട് ഓടിക്കണതും ഞാൻ ഓടുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നിരിക്കുന്നത് വൈറലായി. നമ്മളൊന്നും അറിഞ്ഞില്ല. ആൾക്കാർക്ക് ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുകയാണെന്ന്. എന്റെ കമ്പനിയിലുള്ള ആൾക്കാരും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവർ എന്നെ നോക്കി ചിരിക്കുക. അതൊക്കെ ശരിയാണ് രാഘുമാർ. ഈ കഷ്ടാലം വരുമ്പോഴേ എല്ലാം കൂടെ ഒന്നുകൂടെ വരും. വരട്ടെ. ഞാനേ റിവെഞ്ച് എടുക്കാൻ പോവാ. എന്ത് റിവെഞ്ച്? ഞാൻ ആ പട്ടികളെ കണ്ടുപിടിച്ച് റിവെഞ്ച് എടുക്കാൻ പോകണം.
രാഘുമാരെ ഈ രാഘുമാനെ കടിച്ച പട്ടികളെ ഇനിയിപ്പോൾ എവിടെ പോയി തപ്പാനാണ്? ഞാൻ കണ്ടുപിടിക്കും ബാലു, എനിക്ക് വഴിയുണ്ട്. ഞാൻ കണ്ടുപിടിച്ചെടുക്കും. റിവെഞ്ച് എടുത്തിരിക്കും ഞാൻ. രാഘുമാർ വിഷമിക്കാണ്ടിരിക്കേ. ഒരു വിഷമില്ല, എനിക്ക് റിവെഞ്ച് എടുക്കാനുള്ള ഒറ്റ തോന്നലുള്ളൂ എനിക്ക്. ഈ വയ്യാത്ത ബാക്ക് കൊണ്ട് എന്ത് റിവെഞ്ച് എടുക്കാനാണ്? അതും വെച്ചിങ്ങനെ നടന്നിക്കണെന്തിനാ? ഒരു സൈഡേ കടിച്ചോളൂ, ഇനി മറ്റേത് കസേര കിടക്കുകയാണ് ഫ്രീ ആയിട്ട്, അതുകൂടെ കടിച്ചെടുക്കും. നീ മിക്കവാറും പട്ടി ഓട്ടിക്കാൻ പോയിട്ട് എന്ത് പാടാൻ തോ ഇഷ്ടം.